അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലാണ് ഈ കാണുന്നതൊക്കെ. ചിക്കൻ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. കപ്പയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അജ്മീറാണ് അത് ചെയ്യുന്നത്. മോളിപ്പോൾ അവനുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. കാരണം അവനിങ്ങനെ എടുത്തോണ്ടേ നടക്കും. അവൾക്ക് വേണ്ടതും അത് തന്നെയാണ് കേട്ടോ. ഇരിക്കുന്നവരുടെ അടുത്തൊന്നും പോവില്ല. അവനിങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ആളിപ്പോൾ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നതാണ് കേട്ടോ, എന്നെ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവളാണെങ്കിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാക്ക് ചെയ്ത് വെക്കാമെന്ന്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാത്രേനെക്കാട്ടിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പാക്കിങ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പാടാണ് ഈ കെട്ടിപ്പറക്കൽ. ബാഗിൽ നിന്ന് ഡ്രസ്സൊന്നും മടക്കി അലമാരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അതിനകത്ത് നിന്ന് ഡ്രസ്സ് എടുക്കലും അങ്ങോട്ടേക്ക് വെക്കലും എല്ലാം കൂടിയായിട്ട് ആകെ കുഴഞ്ഞു പറഞ്ഞ അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കൂടിയിട്ട് ആ ബെഡിലേക്ക് തട്ടിയിട്ട് ഓരോന്നായിട്ട് അടുക്കി വെക്കുന്നുണ്ട്. എൻ്റെ വേറെ, നിധിയുടെ വേറെ, അഫിയുടെ വേറെ, അങ്ങനെയായിട്ട്. പിന്നെ ഇക്ക പറഞ്ഞ് നീ നിൻ്റെ മക്കളെ പാക്ക് ചെയ്താൽ മതി, എൻ്റേത് ഞാൻ ചെയ്തോളാം. ഇക്കയുടെ പാക്കിങ് ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് കാറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു മുണ്ട് എടുത്തിട്ട് ആ ബെഡിലേക്ക് വിരിക്കും. എന്നിട്ട് ഇക്കാക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആ മുണ്ടിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് ഈ മുണ്ടിൻ്റെ 4 വശം ചേർന്ന് ഒറ്റ കെട്ട് എന്നിട്ടുണ്ട് കാറിൽ വയ്ക്കുക. അത്രയേ ഉള്ളൂ.